അഹമ്മദാബാദ് വിമാനാപകടത്തിലെ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് പുറത്ത്. വിമാനം പറന്നത് 32 സെക്കൻഡ് മാത്രം. വിമാനത്തിന്റെ ഇന്ധന നിയന്ത്രണ സ്വിച്ച് ഓഫായതാണ് അപകടത്തിന് കാരണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. നാഷണൽ ഡെസ്കിൽ നിന്ന് അനേന സതീഷ് നൽകും വാർത്തയുടെ വിവരങ്ങൾ. അനേന, ഈ വിമാനാപകടമുണ്ടായി കൃത്യം 1 മാസം തികയുമ്പോഴാണ് അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരുന്നത്. ഇതിൽ കൃത്യമായിട്ട് കാര്യങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്? ഏതാനും സെക്കൻഡുകൾ മാത്രമാണ് വിമാനം പറക്കാൻ സാധിച്ചത്, അല്ലേ? അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിന് AIB സമർപ്പിച്ച റിപ്പോർട്ടിലെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതിൽ പറയുന്നതനുസരിച്ച് 15 പേജുകളുള്ള പ്രാഥമിക റിപ്പോർട്ടാണ് AIB പുറത്തുവിട്ടിരിക്കുന്നത്. അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ നിന്നും ടേക്ക് ഓഫ് ചെയ്ത ഉടൻ തന്നെ അപകടമുണ്ടായെന്നാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. അതായത് 32 സെക്കൻഡ് മാത്രമാണ് വിമാനം പറന്നത്. തുടർന്ന് പിന്നാലെ നിലത്തേക്ക് പതിക്കുകയായിരുന്നു എന്നാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. ഇന്ധന നിയന്ത്രണ സ്വിച്ച് ഓഫ് ആയതാണ് ഈ ഒരു അപകടം ഉണ്ടാകാൻ കാരണമായതെന്നും പറയുന്നുണ്ട്. വിമാനം ടേക്ക് ഓഫ് ചെയ്ത് ഉടൻ തന്നെ ഈ സ്വിച്ച് ഓഫ് ആവുകയായിരുന്നു. ഇതോടുകൂടി തന്നെ ഈ എഞ്ചിനിലേക്ക് ഇന്ധനം വിതരണം ചെയ്യുന്ന പ്രക്രിയ നിലയ്ക്കുന്നു. ഈ സ്വിച്ച് ഓഫായ ഉടൻ തന്നെ ഒരു പൈലറ്റ് ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഈ സ്വിച്ച് ഓഫ് ചെയ്തതെന്ന് ഒരു പൈലറ്റ് ചോദിക്കുകയും മറ്റേ സഹ പൈലറ്റ് അതിന് ഉത്തരം നൽകുന്നുണ്ട്. അത് താൻ ചെയ്തതല്ല എന്നുള്ളത് ഉത്തരം നൽകുന്നുണ്ട്. ഇത് കോക്പിറ്റ് ഓഡിയോയിൽ ഇവരുടെ സംഭാഷണം വ്യക്തമായി തന്നെ ഇവരുടെ ഈ സംഭാഷണം വ്യക്തമാക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിമാനത്തിന്റെ 2 എഞ്ചിനുകളും സെക്കൻഡുകൾ മാത്രമാണ് പ്രവർത്തിച്ചതെന്ന് കൂടി ഒരു വിവരം ലഭിക്കുന്നുണ്ട്. അതായത് ഈ എഞ്ചിന്റെ പ്രവർത്തനം 2 എഞ്ചിനാണുള്ളത്. അതിന്റെ എഞ്ചിന്റെ പ്രവർത്തനം പുനരാരംഭിക്കാൻ വേണ്ടി പൈലറ്റുമാർ ശ്രമിച്ചിരുന്നു. അതിൽ ഒരു എഞ്ചിൻ വീണ്ടും പ്രവർത്തിപ്പിക്കാൻ കഴിഞ്ഞു. പക്ഷേ രണ്ടാമത്തേത് ഇവർക്ക് പ്രവർത്തിപ്പിക്കാനായില്ല എന്നുകൂടി റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതേസമയം തന്നെ അട്ടിമറി നടന്നതിന് തെളിവുകളൊന്നും കണ്ടെത്തിയിട്ടില്ല. അതുപോലെ തന്നെ അപകട സമയത്ത് കാലാവസ്ഥ പ്രതികൂലമായിരുന്നില്ല എന്നുള്ള കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. വിമാനത്തിൽ അപകടകരമായ വസ്തുക്കളൊന്നും തന്നെ കണ്ടെത്തിയിട്ടില്ല എന്നും കൂടി റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഫ്ലാപ്പും അതുപോലെ തന്നെ ലാൻഡിംഗ് ഗിയറും സംവിധാനവും ഒക്കെ സാധാരണ നിലയിലായിരുന്നു. അതായത് അതിനൊന്നും മറ്റ് സ്ഥാനമാറ്റമോ മറ്റൊന്നും സംഭവിച്ചിട്ടൊന്നുമില്ല. സാധാരണ നിലയിൽ തന്നെയായിരുന്നു എന്ന് കൂടി ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. ഈ ഇന്ധന നിയന്ത്രണ സ്വിച്ചുകൾ തകരാറാകാൻ സാധ്യതയുണ്ടെന്നുള്ളൊരു വിവരം 2018 ഈ ഫെഡറൽ ഏവിയേഷൻ അതോറിറ്റി എയർ ഇന്ത്യയെ അറിയിച്ചിരുന്നു. ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയിരുന്നു. പക്ഷേ എയർ ഇന്ത്യ ഇത് സംബന്ധിച്ച് കാര്യമായ പരിശോധനകളൊന്നും തന്നെ നടത്തിയിട്ടില്ല എന്നുകൂടി ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. ഇപ്പോൾ അരുണ്യ പറഞ്ഞ പോലെ തന്നെ ഈ വിമാനാപകടം നടന്ന് 1 മാസം തികയുമ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ തന്നെ പുറത്തു വരുന്നത്. അരുണ്യ.